നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാധികമോൾ ഇവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് ആർക്കൊക്കെ എതിർപ്പുണ്ടായാലും എന്റെ മകളുടെ സ്ഥാനത്ത് ഇവൾ കണിമംഗലത്തുണ്ടാവും. അടുത്ത് ഈ വീഡിയോയിൽ കണ്ട നിങ്ങളല്ലെന്ന് പറയാൻ ഉദ്ദേശമുണ്ടോ? എന്താ ചെറിയമേ, രാധികയാണ് ആമാടപ്പെട്ടിയിൽ നിന്നും വിഗ്രഹം എടുത്തതെങ്കിൽ അതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു? പറഞ്ഞു കൊടുക്ക എല്ലാവർക്കും. ഉർവശി ചോദിച്ചാ കേട്ടില്ലേ? പറയേ. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും എന്തായിരുന്നു നിന്റെ അഭിനയം? പരമേശ്വര, ഇത് ഈ കുടുംബത്തിന് സഹിക്കാൻ പറ്റിയ കാര്യമല്ല. ഒരു പാവം പെൺകുട്ടിയെ ചതിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി ഇവരിതൊക്കെ ചെയ്യുന്നത്. ഈ രണ്ടെണ്ണത്തിനെയും ഇനി കണിമംഗലത്തെ കാണാൻ പാടില്ല. പുറത്താക്കേണ്ടത് ഇവരെ. എന്തൊക്കെയായി കാണുന്നത്? വെറുതെ എന്റെ ചേച്ചി കുറ്റപ്പെടുത്താൻ വേണ്ടി. നിർത്തടി. നീ ഉണ്ടായിരുന്നില്ലേ ഞങ്ങളുടെ കൂടെ? ആമാടപ്പെട്ടിയിൽ നിന്ന് വിഗ്രഹം എടുത്ത് ഞങ്ങളുടെ കയ്യിലേക്ക് വെച്ചെന്ന് നീയല്ലേ? ഞാനോ? ഒന്നിച്ച് നിന്നെ എല്ലാം ചെയ്തിട്ട് അവസാനം നീ ഞങ്ങളെ ഒറ്റ കൊടുക്കുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നീ ആമാടപ്പെട്ടിന്ന് വിഗ്രഹം എടുക്കുന്നതിന്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതുകൂടി എല്ലാരും കാണട്ടെ. നോക്ക്. അച്ഛാ, അച്ഛനിപ്പോ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? നമ്മുടെ വീടിനകത്താണ് ഇതുപോലൊരു ഗൂഢാലോചന നടക്കുന്നത്. ഈ മനോവിഷമത്തിൽ രാധിക പുറത്തേക്ക് പോയി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും സമാധാനം കിട്ടുമായിരുന്നു. ഈ ജന്മത്തിൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവുമായിരുന്നോ? മോള് ക്ഷമിക്കണം. മനോഹരമായൊരു വീട് പണിതിട്ട് നല്ലൊരു കുടുംബസങ്കല്പവും മനസ്സിൽ വെച്ച് കുറെ വന്യമൃഗങ്ങളെ വളർത്തി വലുതാക്കേണ്ടി വന്നു എനിക്ക്. ഈ നിൽക്കുന്ന ഭീകരരെ. ഉർവശി, വരുണും ഗൗതമിനും
രാധികയ്ക്കും പ്രിയങ്കയ്ക്കും ഒക്കെ നീ അമ്മയുടെ സ്ഥാനത്താണ്. ആ വാക്കിന്റെ വില അറിയോ നിനക്ക്? എങ്ങനെ എന്റെ അനിയന്റെ ഭാര്യയ്ക്ക് ഇത്ര തരം താഴാൻ സാധിച്ചത്? ചോദിക്കേണ്ടത് കൽപ്പനയോടാ. രാധികയോട് അവളുടെ ദേഷ്യം എന്താണെന്ന് ചോദിക്കും. ഇത്രയും വലിയ ചതി ചെയ്തത് എന്തിനാണെന്ന് ചോദിക്ക്. എടുത്തി കുറച്ചു നേരം നിങ്ങൾ ഇവിടെ തിളച്ചു മറിയുന്ന ഒരു പ്രകടനമൊക്കെ നടത്തി. എനിക്ക് ഈ വീഡിയോ വേണമെങ്കിൽ നേരത്തെ എല്ലാവരെയും കാണിക്കാമായിരുന്നു. പക്ഷേ ഏതറ്റം വരെ നിങ്ങൾ പോകുന്ന എനിക്കൊന്ന് കാണണമായിരുന്നു. അതുകൊണ്ടാണ് വൈകിപ്പിച്ചത്. കൽപ്പനെ, തെറ്റുകൾ അനവധി ചെയ്തു കൂട്ടിയിട്ടുണ്ട് നീ. അതൊക്കെ ഞാൻ ക്ഷമിച്ചതാ. അതൊക്കെ വീൽ ചെയറിൽ ഇരിക്കുന്ന എന്റെ മകൻ സൂര്യ ഓർത്തിട്ടാണ്. പറയ്, എന്തിനാ നീ ഇത് ചെയ്തത്? അത് സൂര്യയോട് രാധിക കൂടുതൽ അടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തത്. കൊല്ലാനാ എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നിട്ട് ഞാൻ ക്ഷമിക്കുന്നത് ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടിയാ. ഇനി ഏതെങ്കിലും ഒരാളുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പ്രവൃത്തി ഉണ്ടായാൽ അവരെല്ലാം കണിമംഗലത്ത് നിന്ന് പുറത്താണ്. രാധിക മോൾ ഇവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് ആർക്കൊക്കെ എതിർപ്പുണ്ടായാലും എന്റെ മകളുടെ സ്ഥാനത്ത് ഇവൾ കണിമംഗലത്തുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.